أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين. صدق الله مولانا العلي العظيم. ബഹുമാനപ്പെട്ട കേരളീയ മുസ്ലിം മതത്തിന്റെ ആധികാരിക പരമാധികാര മതപണ്ഡിത സഭയും സത്യത്തിന്റെ ആദർശത്തിന്റെ അടിത്തട്ടിൽ മഹാരഥന്മാർ പടുത്തുയർത്തിയ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ കാവൽ ഭടന്മാരും പരിണിത പ്രജ്ഞരും പ്രവചന മഹത്തുക്കളുമായ ജീവിത വിശുദ്ധിക്ക് കാലം സാക്ഷ്യം നൽകിയ ധരിച്ച തൂവള്ള വസ്ത്രത്തെക്കാൾ വിശുദ്ധിയുടെ ഉടമയുള്ള ഹൃദയത്തിന്റെ ഉടമസ്ഥരായ പളുങ്കിനേക്കാൾ പരിശുദ്ധിയുള്ള പണ്ഡിത മഹത്വങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധതയുടെ തനുസ്വരൂപമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേർരൂപമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 100ാം വാർഷിക ശതാബ്ദി സമ്മേളനത്തിന്റെ വിളംബരം വിളിച്ചോതിക്കൊണ്ട് ചെമ്പാട് റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ സഹായത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ട ഐതിഹാസികമായ വാഹന പ്രചരണ സന്ദേശ ജാഥയാണ് അനവധി സ്വീകരണങ്ങളിലെ ഊഷ്മളമായ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങി നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേർന്നത്. നമുക്കറിയാം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ പ്രചരണം മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ വ്യക്തി പ്രഭാവത്തിലൂടെയാണ് ലോകത്ത് നിലനിന്നത്. ഒരു ആറാബി വന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനോട് പറഞ്ഞു, ലൈസ ഇന്ത്യ കസറത്തും സ്വലാത്തും വലസിയാം, നബി, എന്റെ അടുക്കൽ ധാരാളം നിസ്കാരം നോമ്പൊന്നുമില്ല, വലാകിന്നി ഉഹിബ്ബുല്ലാഹു റസൂല, എങ്കിലും ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് മുസ്തഫ തങ്ങൾ പറഞ്ഞ മറുപടി അന്തമാമൻ അഹബബ്ത എന്നാണ്. നീ ആരെയാണ് സ്നേഹിക്കുന്നത്, അവനോട് കൂടെ നീ പരലോകത്ത് ഒരുമിച്ച് കൂടും. അത് തന്നെയാണ് സൂറത്തുൽ ബഖറയിലും പറഞ്ഞത്, യൗമ നദഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം, നാളെ പരലോകത്ത് ഓരോരുത്തരെയും അവനവന്റെ നേതാക്കളോടുകൂടിയാണ് വിളിക്കപ്പെടുക. നമ്മൾ ദിനേന ചുരുങ്ങിയത് 17 തവണയെങ്കിലും രാജാതിരാജന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണേ അല്ലാഹ്. ഏതാണ് ചൊവ്വായ മാർഗം? നീ അനുഗ്രഹിച്ച കൂട്ടരുടെ വഴിയാണ്. ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയീന സദ്ദീഖീന ശുഹദാഇ സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ വഴിയിൽ ചേർന്ന് നിൽക്കലാണ് നമുക്ക് ഈ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ അഭികാമ്യം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ, സത്യവിശ്വാസികൾ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. വകുനൂ മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരോട് കൂടെ നിലകൊള്ളുകയും വേണം. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മ ഇസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ മാർഗത്തിൽ അണിനിരക്കുകയും വേണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കുകയും സജ്ജനങ്ങളോട് കൂടെ ചേർക്കുകയും ചെയ്യണമെന്ന്. സജ്ജനങ്ങളോട് കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ്. തട്ടിപ്പും വെട്ടിപ്പും കളവും വഞ്ചനയും സ്വാർത്ഥതയുമില്ലാതെ ആത്മീയ ലോകത്തെ ഗുരുക്കളായ നിസ്വാർത്ഥരും നിഷ്കളങ്കരും നിഷ്കാമ കർമ്മികളുമായ ഒരു പറ്റം പണ്ഡിത മഹത്തുക്കളുടെ സംഘ കുടുംബത്തിന്റെ പേരാണ് സമസ്ത. അതൊരിക്കലും ഒരു സംഘടനയല്ല, ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സംഘടനയല്ല. അത് അല്ലാഹു പൊരുത്തപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളുടെ സംഘ കുടുംബത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 100 വർഷമായ സമസ്ത ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഖ്ദൂമിന്റെ വഴികളിലൂടെ കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതവൈജ്ഞാനിക പ്രസരണ ലോകത്ത് മനോഹരമായ സംഭാവനകൾ നൽകി. യമനി മാസ്മരികതയുടെ തങ്ക സൗന്ദര്യ നിറകുടത്തിലൂടെ ഉമ്മത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈമാന്റെ വഴിത്താരയിലൂടെ വഴി നടത്തുകയും ചെയ്തു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞു, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മതു യമാനിയ വശറഅതു യമാനിയ. മഹാനായ
മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ ഈമാൻ യഹ്റസു ഇലൽ ഹിജാസ് കമാ തഹ്റസുൽ ഹയ്യതു ഇലാ ഹുജ്രിഹാ. പാപമാളത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത് പോലെ ഈമാൻ ഹിജാസിലേക്ക് അഭയം പ്രാപിക്കും. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വഫീ യമനിനാ. അല്ലാഹുവേ, ഞങ്ങൾ ഷാമിലും യമനിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പോൾ നജ്ദുകാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഫീ നജ്ദിനാ യാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് പറഞ്ഞു, വബിൻഹാ വബിഹാ യത്ലു ഖർനു ശൈത്താൻ, ശൈത്താന്റെ കക്ഷികൾ നജ്ദിൽ നിന്നാണ് പുറപ്പെടുക എന്ന്. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി പല കപടന്മാർ ഇവിടെ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലെ, റഷീദ് റഹ്മാനെ പോലെ, മുഹമ്മദ് അബ്ദുവിനെ പോലെ, ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലത്തെ കപടന്മാർ ഉമ്മത്തിന്റെ വിശ്വാസം കട്ടുമറിക്കാൻ വേണ്ടി പാവപ്പെട്ട സമുദായം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അനുവർത്തിച്ചു വരുന്ന ഖബർ സിയാറത്ത് ശിർക്കാണെന്ന് പറയാനും, നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന ശിർക്കാണെന്ന് പറയാനും, മരണ വീട്ടിൽ ഖുർആൻ ഓതുന്നത് തടയാനും പലരും രംഗപ്രവേശനം ചെയ്തു. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ യമനി മാസ്മരികതയുടെ തങ്ക സൗന്ദര്യ നിറകുടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യനായ നായകന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉമ്മത്തിന്റെ വിശ്വാസം ഈമാനും സംരക്ഷിക്കാൻ വേണ്ടി, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടി മനോഹരമായി അവരൊക്കെ ഉമ്മത്തിന് കാവൽ നിന്നിട്ടുണ്ട്. മഹാനായ ഖുതുബുൽ സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് സമസ്തക്ക് ബീജാവാപം നൽകിയത്. അവർ യമനി പാരമ്പര്യത്തിലാണ് അൽ ഈമാൻ യമാനിൻ വൽ ഹിക്മത്ത് യമാനിയ വശിറത്ത് യമാനിയ എന്ന മുത്തനബി പറമ്പിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ യമനി പാരമ്പര്യത്തിലാണ്. ഇതിഹാസ നായകനായ ബനിയുല്ലാഹി ശംസുൽ ഉലമ യമനി പാരമ്പര്യത്തിലാണ്. പാണക്കാട് സാദാത്തുകൾ യമനി പാരമ്പര്യമുള്ളവനാണ്. ആയുധുൽ ഖംസിൽ തദ്റഹ്മാൻ ബാഫഖ് തങ്ങൾ യമനി പാരമ്പര്യമുള്ളവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിജ്ഞാന ലോകത്ത് മാത്രമല്ല പ്രസരിപ്പിച്ചത്, ആദ്യത്തെ 3 പതിറ്റാണ്ടുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബിദ്അത്തിനെ മനോഹരമായി പ്രതിരോധിച്ചു. പിന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മനോഹരമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. 1928 താനൂർ ഇസ്ലാഹുൽ ഉലൂമിൽ ഭൗതിക പഠനത്തിന് വേണ്ടി പ്രൊഫസർമാരെ നിയമിക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല 1930 സർദാർ ആക്ടിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ പ്രമേയം പാസാക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് വൈദേശികാധിപത്യം ഉടലെടുത്ത സമയത്ത് 1498 വാസ്കോഡ് ഗാമ എന്ന പോർച്ചുഗൽ നാവികസേനാ മേധാവി കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. പിന്നീട് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും എല്ലാം നമ്മുടെ രാജ്യത്ത് സംഹാര താണ്ഡവമാടി. ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെതായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെമോക്രസിന്റെ വാള് പോലെ ഫാസിസം തലക്ക് മുകളിൽ പത്തിവിടർത്തി നിൽക്കുന്ന ഘട്ടമാണ്. നമ്മൾ ഐക്യം വേണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ വൈദേശികാധിപത്യം അതിശക്തമായ സന്ദർഭത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. 1920 ഓഗസ്റ്റ് 18 ചരിത്രത്തിൽ അർദ്ധനഗ്നനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകർ 2 പേരായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക വൈസ് പ്രസിഡന്റും പിന്നീട് പ്രസിഡന്റുമായി വന്ന മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പാനായക്കുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാരും. അവരുടെ സംഘാടക മികവ് കണ്ട് ദക്ഷിണേന്ത്യയിലെ പല ജില്ലകളിലും ഖിലാഫത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ മഹാനായ പാങ്ങിൽ ഉസ്താദി നേതൃത്വം നൽകിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് മഹാരഥന്മാർ ഈ ഉമ്മത്തിന് വൈദേശിക ആധിപത്യത്തിനെതിരെ സമരസജ്ജരാക്കാൻ വേണ്ടി അതിശക്തമായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം മഅബരിൽ അവ്വൽ റളിയല്ലാഹു അൻഹു, മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തഹരീർ അഹ്ലുൽ ഈമാൻ അലാ ജിഹാദി അബദത്തുൽ സുൽബാനി എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ സമൂഹ സമക്ഷം സമർപ്പിച്ചു. നമ്മുടെ ഈ ചോമ്പാല് കുഞ്ഞിപ്പള്ളി അന്തരീക്ഷം കൊള്ളുന്ന മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചുകൊണ്ട് ഈ സമൂഹ സമക്ഷം സമർപ്പിച്ചു. ഉമ്മത്തിന് ആത്മീയമായ പാതയിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമാക്കിയ ഖുതുബുൽ സമാൻ സയ്യിദ് അലവിൽ മൻഫൂറമി ഖദ്ദസല്ലാഹു സിററുൽ അസീസ് അസ്സൈഫുൽ ബത്താർ അലാ മൻ യുവാലിൽ കുഫാർ വയത്തഖദഹു മിൻ ദൂനില്ലാഹി വൽ മുഅ്മിനീന അൻസാറ എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ സമൂഹ സമക്ഷം സമർപ്പിച്ചു. മഹാനായ മംബറങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ മഹാനായ ഫസൽ ബുഖാദങ്ങൾ ഉദ്ദത്തുൽ ഉമറായി വൽ ഹുക്കാം ലിഹാനത്തുൽ ഖബറതി വഅബദത്തുൽ അസ്നാം എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ
സമൂഹ സമക്ഷം സമർപ്പിച്ചു. മഹാനായ ആമിനുമ്പാനകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് ഈ സമൂഹ സമക്ഷം സമർപ്പിച്ചു. മഹാനായ ആമിനുമ്പാങ്ങന്റെ മത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന ഗ്രന്ഥം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുകയും അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് അതിനെതിരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊന്നും കൊടുങ്ങല്ലൂരിലേക്ക് ഒരിക്കലും ഒളിച്ചോടിയിട്ടില്ല. വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം നൽകി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മനോഹരമായി രാജ്യത്ത് ഉമ്മത്തിന്റെ ഈമാനും അമനും സംരക്ഷിച്ചുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്. കളവും വഞ്ചനയും തട്ടിപ്പും വെട്ടിപ്പും സ്വാർത്ഥതയുമില്ലാത്ത മഹാരഥന്മാരായ വിശുദ്ധാത്മാക്കളായ പണ്ഡിത മഹത്തുക്കളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എക്കാലഘട്ടത്തിൽ നയിച്ചതും ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിഹാസ നായകനായ വലിയുല്ലാഹി ശംസുലമ്മ പറഞ്ഞ ഒരു വാക്യമുണ്ട്. കോഴിക്കോട് അറബിക്കടലിനെ സാക്ഷി നിർത്തി മജ്മുഉൽ ബഹ്റൈൻ എന്ന അറബി വിശേഷിപ്പിച്ച സമസ്തയുടെ വലിയ സമ്മേളനം 1985 ഒരു ഭാഗത്ത് മനുഷ്യസാഗരവും ജനസാഗരവും മറുഭാഗത്ത് ജലസാഗരവും. കുഞ്ഞാലി മരക്കാരുടെ മയ്യത്ത് 7 കഷ്ണമാക്കി വെട്ടിമുറിക്കപ്പെട്ട് വലിച്ചെറിയപ്പെട്ട കോഴിക്കോട് അറബിക്കടലിനെ തീരത്ത് വെച്ച് മഹാനായ വലിയുല്ലാഹി ശംസുലമ്മ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ചാരപ്പണി എടുത്താൽ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഇപ്പോഴും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്തയെ കുത്തിയാൽ കൊമ്പുപെട്ടുമെന്ന് KC ജമാലുദ്ദീൻ മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായ ഖിദ്മത്ത് ചെയ്യാനും സമസ്തയുടെ കർമ്മഭൂമിയിൽ മരിച്ചു വീഴാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇടനെഞ്ചിലെ മിടിപ്പ് മാറുന്നത് വരെ ബഹുമാനപ്പെട്ട സമസ്തയുടെ അജയ്യനായ നായകൻ സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുബാദങ്ങൾ യമനി മാസ്മരികതയുടെ തങ്ക സൗന്ദര്യ നിർഭുടമായ സയ്യിദുൽ ഉലമ, അഹ്ലു ബൈത്തിന്റെ മുത്തുരത്നമായ സയ്യിദുൽ ഉലമ, അഹ്ലു ബൈത്തിന്റെ ഗരിമയും അഹ്ലുൽ ഇൽമിന്റെ തെളിമയും സമഞ്ജസമായി മേളിച്ച ജ്ഞാനമഴയിലെ ഹദറമി വസന്തമായ സയ്യിദുൽ ഉലമ അസ്സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുബാദങ്ങളുടെ നേതൃത്വത്തിൽ കേരളീയ സുന്നി സമൂഹം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ കോട്ടകെട്ടി സംരക്ഷിക്കാൻ അന്ത്യശ്വാസമറുതി പ്രതിജ്ഞാബദ്ധമാണ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.